കേവലം 10 മിനിറ്റ് കൊണ്ട് കഴിക്കേണ്ട ഭക്ഷണം അത് തയ്യാറാക്കാൻ കിച്ചണിൽ നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ ചെലവഴിക്കുകയോ പതിവായി ജോലിക്ക് പോകുന്ന, ഓഫീസിൽ പോകുന്ന, കുട്ടികളെ സ്കൂളിൽ വിടുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം സമയം ക്രമീകരിച്ച് എങ്ങനെ അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഒപ്പം നമ്മൾ ബേക്കറികളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന ബർഗർ, പിസയുടെയും സാൻഡ്വിച്ചിന്റെയൊക്കെ മോഡലിലേക്ക് നമ്മുടെ നാടൻ പലഹാരങ്ങളായ ഇഡ്ഡലി, ഇടിയപ്പം, അപ്പം, പുട്ടുമെല്ലാം എങ്ങനെ മാറ്റാം എന്നതും കൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുമെന്നുള്ളതിനാൽ 2 പാർട്ടുകളായാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ അരമണിക്കൂർ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ എങ്ങനെ ടേസ്റ്റ് കൂട്ടാമെന്നും എങ്ങനെ ഗുണനിലവാരം കൂട്ടാമെന്നതിന്റെ കുറച്ച് ടിപ്സുകൾ കൂടി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ തോമസ് സാമുവൽ. കാരവാൻ ആർമോൾ ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ, സ്നാക്സുകൾ, ജ്യൂസുകൾ, മറ്റു ലഘുപാനീയങ്ങൾ, മറ്റ് ലഘുഭക്ഷണങ്ങൾ ഇവയെല്ലാം മാറ്റി നിർത്തിയാൽ നമ്മൾ ഭക്ഷണം പ്രധാനമായി കഴിക്കുന്നത് 3 നേരമാണ്: ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ലഞ്ചും ഡിന്നറിന്റെയും വിഭവങ്ങൾ അടുത്ത പാർട്ടുകളായിരിക്കും ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ തന്നെ തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇഡ്ഡലി, ദോശ, അപ്പം, ഇടിയപ്പം, പുട്ട്, പൂരി, ഉപ്പുമാവ്, ചപ്പാത്തി, അങ്ങനെ പോകുന്നു. ഇതിന്റെ കറി ഐറ്റംസുകളായി മുട്ടക്കറി, കടലക്കറി, ഗ്രീൻ പീസ് കറി, വെജിറ്റബിൾ കുറുമ, പൂരിക്കുള്ള ബാജി, ചമ്മന്തി, സാമ്പാർ, അതങ്ങനെ പോകുന്നു. അപ്പോൾ ഭക്ഷണത്തിൽ നമുക്കെല്ലാവരും ചില കോമ്പിനേഷൻ ഉണ്ടല്ലോ. അതായത് അപ്പം, മുട്ടക്കറി, ദോശ, ചമ്മന്തി, സാമ്പാർ, ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, പുട്ട്, കടലക്കറി, പുട്ട്, പയർ, പപ്പടം, പൂരിക്ക് ബാജിക്കറി. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ നമുക്ക് തുടങ്ങാം. വളരെ സോഫ്റ്റായ മൃദുവായ ഇഡ്ഡലി അരമണിക്കൂർ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇഡ്ഡലിക്കുള്ള മാവ് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പിയരി, പച്ചരി, ഉഴുന്ന് എന്നിവയാണ് ഇഡ്ഡലിക്കുള്ള മാവായി നമ്മൾ അരച്ചെടുക്കുന്നത്. ഈ മാവ് നമ്മൾ തലേ ദിവസം അരച്ചു വെക്കുകയാണ് പതിവ്. ഈ മാവ് അരച്ചു വെക്കുന്നതിനോടൊപ്പം ഇതിലേക്കുള്ള ചമ്മന്തി, സാമ്പാറിന്റെ കൂടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക. അതായത് സാമ്പാറിനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുക, ചമ്മന്തിക്കുള്ള തേങ്ങ തിരികെ ഫ്രിഡ്ജിൽ വെക്കുക. ഇത് രണ്ടും ചെയ്തതിനു ശേഷം നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഇഡ്ഡലിക്കുള്ള മാവ് നന്നായി കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പിടാതെയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ മാവ് ഉപ്പിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് സാമ്പാറിനുള്ള വെജിറ്റബിൾ അത് കുക്കറിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള പരിപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, കായം ഇവയെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ബോയിൽ ചെയ്യാൻ വെക്കുക. ചമ്മന്തിക്കുള്ള തലേ ദിവസം തിരികെ വെച്ച തേങ്ങ കൂടി മിക്സിയിൽ അരയ്ക്കാൻ വെക്കുക. എന്നിട്ട് ഈ നേരത്തെ ഉപ്പിട്ട് നന്നായി കലക്കി വെച്ച ഇഡ്ഡലിയുടെ മാവ് ഇഡ്ഡലി തട്ടിലേക്ക് കോരി വെക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇഡ്ഡലിയുടെ പാത്രം വെച്ച് നന്നായി വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇഡ്ഡലി നമ്മൾ തട്ടിലേക്ക് കോരി ഒഴിക്കാവൂ. അപ്പോൾ കുക്കറിൽ സാമ്പാർ ആവുന്നുണ്ട്, ചമ്മന്തി മിക്സിയിൽ അരച്ചു വെച്ചിട്ടുണ്ട്, ഇഡ്ഡലി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനുള്ള കടുതാളപ്പ് റെഡിയാക്കി എടുക്കുക. കടുതാളപ്പ് റെഡിയാക്കിയതിനു ശേഷം ഇത് സാമ്പാറിലേക്കും ചേർക്കാം, ചമ്മന്തിയിലേക്കും ചേർക്കാം. അപ്പോൾ ഇതിന്റെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഇഡ്ഡലിക്ക് നമ്മൾ കുറുകിയ ചമ്മന്തി ആയിരിക്കും അരയ്ക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ തേങ്ങയ്ക്കും പച്ചമുളകും ഇഞ്ചിക്കും ചെറിയ ഉള്ളിക്കും ഒപ്പം കുറച്ച് പൊട്ടുകടല കൂടി ചേർക്കുക. പൊട്ടുകടല ചേർക്കുമ്പോൾ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ ഇവ റെഡിയായിരിക്കും. ഒപ്പം ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ മടുക്കുന്ന കുട്ടികളുള്ള വീടുകളാണെങ്കിൽ ആ ഇഡ്ഡലി മാവ് കോരി വെക്കുമ്പോഴേക്കും അതിന്റെ മുകളിലേക്ക് ഒരു അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒരു ചെറിയോ കൂടി വെക്കുക. അപ്പോൾ ഇഡ്ഡലി വെച്ച് വരുമ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും. ഒപ്പം സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മൾ പതിയായി വെക്കുന്ന ആ മോഡൽ വിട്ടിട്ട് മുളക് പൊടി വളരെ കുറച്ച്, മല്ലിപ്പൊടി കൂട്ടി നമ്മൾ, അതായത് സാമ്പാറിന് നമ്മൾ എല്ലാ വെജിറ്റബിളും ചേർത്തിട്ടായിരിക്കും സാമ്പാർ വയ്ക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് മത്തനും ചെറിയ ഉള്ളിയും ക്യാരറ്റും മാത്രം ഇട്ട് ഈ പൊടികളെല്ലാം കുറച്ചുള്ള രീതിയിൽ ഒരു കളർ കുറച്ചിട്ട് ഒരു തമിഴ് സ്റ്റൈലിലുള്ള സാമ്പാർ വെച്ച് കൊടുക്കും. സാമ്പാർ അടിപൊളിയായിരിക്കും. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ദോശയും ചമ്മന്തി സാമ്പാറും പ്ലാൻ ചെയ്യുന്നെങ്കിൽ ദോശയുടെ മാവ് നമുക്കറിയാം, അത് തലേ ദിവസമാണ് നമ്മൾ അരച്ച് വെക്കുന്നത്. ദോശയുടെ മാവ് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് പോലെ തലേ ദിവസം നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നത്. ഒപ്പം തലേ ദിവസം നേരത്തെ പറഞ്ഞ പോലെ ചമ്മന്തിക്കുള്ള എല്ലാം റെഡിയാക്കി വെക്കുക, സാമ്പാറിനുള്ളതെല്ലാം റെഡിയാക്കി വെക്കുക. ദോശയ്ക്കുള്ള ചമ്മന്തി നമ്മൾ അറിയാം, നമ്മൾ കലക്ക ചമ്മന്തി, അതായത് ലൂസായിട്ടുള്ള ചമ്മന്തി ആയിരിക്കും റെഡിയാക്കുന്നത്. ലൂസാക്കി വെക്കുന്ന ചമ്മന്തിക്ക് ഇവിടെ തേങ്ങ റെഡിയാക്കുമ്പോൾ ഇതിനൊപ്പം നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് അരയ്ക്കുക. കരിവേപ്പില കൂടി ഇട്ട് അരച്ച് കഴിയുമ്പോൾ ചമ്മന്തി വേറെ ലെവലായിരിക്കും. ഇനി അപ്പവും മുട്ടക്കറിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വെക്കുക. അപ്പത്തിനുള്ള മാവ് നമ്മൾ തലേ ദിവസം കപ്പി കാച്ചി മാവൊക്കെ അടിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണെന്ന്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കിച്ചണിലോട്ട് ചെയ്യുന്നു, മാവ് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നു. മുട്ടക്കറിക്കുള്ള ഉള്ളി നമ്മൾ തലേ ദിവസം അരി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ജോലിക്ക് എളുപ്പമായിരുന്നു. മുട്ടക്കറി നമുക്ക് 2 രീതിയിൽ വെക്കാം.
ഒന്ന്, കുക്കറിലേക്ക് നമ്മൾ സവാള എല്ലാം കൂടെ ഇട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ചട്ടിയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ റെഡിയാക്കിയതിന് ശേഷം ഉള്ളി കൂടി അതിനകത്തിട്ട് മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. അല്ലാതെ നമുക്ക് ഉള്ളി പാത്രത്തിൽ വെച്ച് വാട്ടി നമുക്ക് ഉള്ളിക്കറി റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഉള്ളിയുടെ കുറച്ച് ഒരു 1/4 ഭാഗം ഉള്ളി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അത് മിക്സിയിൽ അരച്ച് ഈ കറിയിൽ കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതിനൊപ്പം തന്നെ കുറച്ച് തേങ്ങാപ്പാലോ കുറച്ച് കവർ പാലോ ചേർത്ത് കഴിഞ്ഞാൽ മുട്ടക്കറി നല്ല കിടിലമായി. ഒപ്പം മുട്ട അരിയുന്ന വെള്ളത്തിലേക്ക് സാധാരണ ഉപ്പിടുകയാണല്ലോ പതിവ്. ഈ ഉപ്പിടുന്നതിനൊപ്പം ഒരു വിനാഗിരി കൂടി കുടിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട തന്നെ ഇളകി കിട്ടുന്നതായിരിക്കും. ഇനി പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇടിയപ്പവും വെജിറ്റബിൾ കുറുമയാണ് പ്ലാൻ ചെയ്ത് വെക്കുക. വെജിറ്റബിൾ കുറുമ നമുക്ക് തലേ ദിവസം തന്നെ അരിഞ്ഞു വയ്ക്കാം. വെജിറ്റബിൾ കുറുമയ്ക്ക് നമ്മൾ സാധാരണയായി ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, സവാള എന്നിവയായിരിക്കും ചേർക്കുന്നത്. എന്നാൽ ഇതിനൊപ്പം കുറച്ച് കോളിഫ്ലവർ, കുറച്ച് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കാര്യം സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് പോകുന്നു, ഇടിയപ്പത്തിന്റെ മാവെല്ലാം തയ്യാറാക്കി വെക്കുന്നു. ഈ വെജിറ്റബിൾ അരിഞ്ഞു വെച്ചത് നമ്മൾ ബോയിൽ ചെയ്തതിന് വേണ്ടി വെക്കുന്നു. കുറുമയ്ക്കുള്ള വെജിറ്റബിളെല്ലാം ബോയിലായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടിയും, മസാലയും ബാക്കിയെല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതോ പാലോ ചേർക്കും. അല്ലെങ്കിൽ ബോയിൽ ചെയ്ത വെജിറ്റബിൾ കുറച്ച് മാറ്റി അത് മിക്സിയിൽ അരച്ച് ഇതിൽ കൂടി ചേർക്കുമ്പോൾ കറിയുടെ ചാറ് നന്നായി പുളിയെ കിട്ടും. ഇതിനുള്ള മാവ് നമ്മൾ തട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതിനൊപ്പം നമ്മൾ സാധാരണയായി തേങ്ങയായിരിക്കും ചേർക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാം. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഗ്രേപ്പ് ചെയ്തതോ ബീട്രൂട്ട് ഗ്രേപ്പ് ചെയ്തതോ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഇടിയപ്പം വന്നു വരുമ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡലുള്ള ബർഗർ, പിസ്സ, സാൻഡ്വിച്ചിന്റെ ഒക്കെ മോഡലിലേക്ക് കാണാനുള്ള ഒരു ലുക്ക്. വൈറ്റ് കളറുള്ള ഇടിയപ്പത്തിന്റെ മുകളിൽ ക്യാരറ്റ് കൂടെ ആകുമ്പോൾ കളർ നല്ല കോമ്പിനേഷനോടെ. ഇനി പുട്ടും കടലക്കറിയുമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെക്കുക. ഈ കടല നമ്മൾ തലേ ദിവസം വെള്ളത്തിലിടുകയാണ് പറയുന്നത്. ഒപ്പം കടലയ്ക്ക് ആവശ്യമായ കുറച്ച് സവാളയും തേങ്ങയും എല്ലാം തിരികെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിക്ക് പിറ്റേ ദിവസം ജോലിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ കിച്ചണിലേക്ക് പോകുന്നു. പുട്ടിന്റെ മാവ് നമ്മൾ ഒരു 1/2 കിലോ പുട്ട് പൊടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് തട്ടിയതിനു ശേഷം ഇതിൽ നമ്മൾ എത്രയാണ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ പുട്ടിന്റെ മാവ് കുറേശ്ശെ നനച്ചെടുക്കുകയായിരിക്കും പതിവ്. അപ്പോൾ നമുക്കറിയാം എത്ര വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആ വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു വെക്കുക. അത്രയും വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം മാവ് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഈ കടല ബോയിൽ ചെയ്യാൻ വെക്കുക. തൊട്ടടുത്തായിട്ട് ഒരു ചട്ടിയിൽ അതിന്റെ ഉള്ളി പാട്ടം വെക്കുക. അല്ലെങ്കിൽ ഈ കടല കുക്കറിൽ ഇടുന്നതിനോടൊപ്പം തന്നെ ഈ സവാള അതിനൊപ്പം ചേർക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പുട്ടിന്റെ മാവും വെള്ളം കൊണ്ട് നല്ല മിക്സ് ആയിരിക്കും. അപ്പൊ അത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പുട്ടിന്റെ മാവ് റെഡിയായി. അപ്പോഴേക്കും കടല റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ചട്ടിയിൽ വെച്ച് എണ്ണയിൽ കുഴിച്ച് അതിന്റെ പൊടികളെല്ലാം ചേർത്ത് ഈ കടല അതിനോട് തട്ടിയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ നമ്മൾ തലേ ദിവസം വറുത്ത് വയ്ക്കുകയോ ചെയ്യാം. വറുത്ത് വെച്ച് തേങ്ങ ചേർത്ത് കടലക്കറി വെച്ചാൽ കാര്യം നല്ല കിടിലനായിരിക്കും. അപ്പോൾ പുട്ടും കടലക്കറിയും റെഡിയായി. ഒപ്പം ഈ പുട്ടിലേക്ക് നമ്മൾ പതിവായി തേങ്ങയായിരിക്കും ചേർക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയ്ക്ക് ക്യാരറ്റ് ഗ്രേപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ബീട്രൂട്ട് ഗ്രേപ്പ് ചെയ്തതോ പൈനാപ്പിൾ ഗ്രേപ്പ് ചെയ്തതോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പുട്ട് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. കുട്ടികളൊക്കെ ഇനി പുട്ട് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കില്ല. ഇനി നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കുന്ന പുട്ട് പയർ പപ്പടത്തിലേക്ക് വരാം. പുട്ടിനുള്ള പയർ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിടുകയാണ് പതിവ്. സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ തലേ ദിവസം പുട്ടിന്റെ പയർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ അത് ബോയിലായി കിട്ടും. അപ്പോൾ പുട്ടിന്റെ മാവ് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പുട്ടിന്റെ മാവ് മിക്സ് ചെയ്ത് വെക്കുക, പയർ ബോയിൽ ചെയ്ത് വെക്കുക, പപ്പടം ഫ്രൈ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ അവിച്ചു വെച്ച പയറിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് കടലപ്പൂവും ഇട്ട് കഴിഞ്ഞാൽ പയർ കാണാൻ നല്ല ലുക്കുമായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റുമായിരിക്കും. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ചപ്പാത്തി ഗ്രീൻ പീസ് കറിയുമാണ് വയ്ക്കുക. ചപ്പാത്തികളുടെ മാവ് നമുക്ക് തലേ ദിവസം വെച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിൽ നമുക്ക് റെഡിയാക്കാം. ചപ്പാത്തിയുടെ മാവ് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു പാളയം ഗുണം പഴം ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് പാമ്പൊലി ചേർക്കുക. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ മാവിന് നല്ല മാർദ്ദവും കിട്ടും. ചപ്പാത്തി ചുട്ട് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിക്കൊപ്പം ഗ്രീൻ പീസ് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് സവാള അരിഞ്ഞ് വെക്കുക, തേങ്ങാപ്പാലാണ് ചേർത്ത് കുറച്ച് തേങ്ങ തിരികെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇതൊക്കെ നമുക്ക് ജോലിക്ക് വളരെ എളുപ്പമായിരിക്കും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെന്നതിന് ശേഷം ചപ്പാത്തിയുടെ മാവ് തലേ ദിവസമാണ് റെഡിയാക്കി വെച്ചിരുന്നെങ്കിൽ ഇത് ബോയിൽ പിടിച്ച് അത് പരത്തി വയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുക. ഇതിനൊപ്പം തന്നെ ഗ്രീൻ പീസ് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സവാള അതിനൊപ്പം ചേർക്കുക, അല്ലെങ്കിൽ സവാള പ്രത്യേകം മാറ്റിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഗ്രീൻ പീസ് തയ്യാറാക്കേണ്ടത്. ഈ ഗ്രീൻ പീസ് കറി, കടലക്കറി ഇവയൊക്കെ തയ്യാറാക്കും ടേസ്റ്റ് കൂട്ടാനും അത് നന്നായി കുറുകിയിരിക്കാനും വേണ്ടി കടലയുടെയോ അല്ലെങ്കിൽ ഗ്രീൻ പീസിന്റെയോ കുറച്ച് കാൽഭാഗം എടുത്ത് നമ്മൾ മിക്സിയിൽ അരച്ച് ചേർക്കുക. മിക്സിയിൽ അരച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒപ്പം കടല അരക്കുമ്പോൾ അതിനൊപ്പം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ടതോ ഒരു ക്യാരറ്റോ ചെറുതായിട്ട് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതോ ചേർത്ത് കഴിഞ്ഞാൽ കറി വേറെ ലെവലായിരിക്കും. ഇനി നമ്മൾ പൂരിയും ബാജിക്കറിയുമാണ് പ്ലാൻ ചെയ്യുന്നത് വെക്കുക. പൂരിക്കുള്ള മാവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ മാവുമായി താങ്ങുള്ള രീതിക്കാണ് ചപ്പാത്തിയുടെ മാവ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തലേ ദിവസം ആണെങ്കിൽ തലേ ദിവസം മാവ് കുഴച്ച് വെക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മാവ് കുഴച്ചാൽ മതി. ഇനി ബോളുകളൊക്കെ പിടിച്ച് പൂരി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനൊപ്പമുള്ള ബാജിക്കറിക്കുള്ള ഉരുളക്കിഴങ്ങും സവാളയും ഇല്ല തലേ ദിവസം അരിഞ്ഞു വയ്ക്കുക.
പിറ്റേ ദിവസം ബാജി കറി റെഡിയാക്കുമ്പോൾ ബാജിക്കുള്ള ചട്ടി നമ്മൾ അടുപ്പത്തിൽ വെക്കുമ്പോൾ കടുത അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ കുറച്ച് ഉഴുന്ന് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സവാളയൊക്കെ എല്ലാം മാറ്റി ഇതിനൊപ്പം ക്യാരറ്റ് കൂടി പൊടിപ്പൊടിയായിട്ട് അരിക്കാൻ കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങെല്ലാം പോയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ കവർപ്പാൽ ഒഴിക്കുകയോ നമുക്ക് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉയ്യയുടെ ബാജി നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളിലെ ഉപ്പുമാവിലേക്ക് വരാം. ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വിഭവം എന്ന് പറയുന്നത് ഉപ്പുമാവ് തന്നെയാണ്. നമുക്ക് അരമണിക്കൂർ പോലും വേണ്ട, 15 മിനിറ്റ് മതി നമ്മളത് ശ്രമിച്ചു കഴിഞ്ഞാൽ. നമുക്കറിയാം ഉപ്പുമാവിന്റെ റവയൊക്കെ ഒന്ന് ചട്ടിയിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് ക്യാരറ്റും സവാളയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ ഒന്ന് ചേർക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പയോ അല്ലെങ്കിൽ കപ്പലല്ലിയോ മുന്തിരിയോ ചെറിയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവ് കിട്ടിയെടുക്കുമ്പോഴേക്കും കാണാൻ നല്ലൊരു ലുക്കായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പാറ്റേണിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ മാത്രമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. ടേസ്റ്റ് കുറയാതെ, ഗുണനിലവാരം കുറയാതെ അരമണിക്കൂർ കൊണ്ട് എങ്ങനെ ലഞ്ചും ഡിന്നറും തയ്യാറാക്കാം എന്നതിന്റെ വീഡിയോ കൂടി ഉടൻ തന്നെ വരുന്നുണ്ട്. ആ വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സൈൻ ഔട്ട്.